ഓക്കെ, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്യാം പ്രൊഫൈലിൻ്റെ ഭാഗമായിട്ടുള്ള വെലോസിറ്റി ഡയഗ്രാം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. ശ്രദ്ധിക്കുക, വെലോസിറ്റി ഡയഗ്രാം അല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് കുറച്ച് ടൈപ്സ് ഓഫ് ഫോളോവറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ കുറച്ച് ടൈപ്സ് ഓഫ് ഫോളോവേഴ്സാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ജസ്റ്റ് എങ്ങനെയാണ് വരിക, ഓരോ ടൈപ്പും എന്താണ് എന്നുള്ളതാണ് ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ ഏതൊക്കെ റോളർ ഫോളോവർ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫോളോവർ, നൈഫഡ് ഫോളോവർ, ഫ്ലാറ്റ് ഫോളോവർ, ഓഫ്സെറ്റ് ഫോളോവർ, ഓസിലേറ്റിംഗ് ഫോളോവർ, കർവ്ഡ് ഫോളോവർ, അങ്ങനെയൊക്കെയുള്ള ഓരോ സെക്ഷൻസ് ഉണ്ട്. ഇനി നമ്മൾ പറയുന്നത്, ഞാൻ പറഞ്ഞു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാംസ് 4 രീതിയിൽ ഉണ്ട്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 രീതിയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് യൂണിഫോം വെലോസിറ്റി, സിമ്പിൾ ഹാർമോണിക് മോഷൻ, യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ, ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ് സൈക്ലോയിഡൽ മോഷൻ. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എന്താണ്, നമുക്ക് വരയ്ക്കാൻ വേണ്ടി തരുന്ന ഡാറ്റാസ് എന്തൊക്കെയാണ് എന്നുള്ളത് എടുക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഡിസ്റ്റൻസ്. ശ്രദ്ധിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ദാറ്റ് എ ഫോളോവർ മൂവ്സ് ഡ്യൂറിങ് വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ ഓർ സൈക്കിൾ ഓഫ് ദി ക്യാം വൈൽ ദ ഫോളോവർ ഈസ് കോണ്ടാക്ട് വിത്ത് ദം. എങ്ങനെയാണ് എന്താ പറഞ്ഞിട്ടുള്ളത്, ഫോളോവർ ക്യാമുമായി കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ക്യാമ് 360 ഡിഗ്രി റെവല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അവയ്ക്കുണ്ടാകുന്ന 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഫോളോവറിനുണ്ടാകുന്ന മോഷൻസ് എത്രത്തോളമാണ് എന്നുള്ളതാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ഡാറ്റാസാണ് ഞാൻ പറഞ്ഞ പോലെ തന്നിട്ടുണ്ടാവുക. ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കും, അതായത് എസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫോളോവറിൻ്റെ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ വെലോസിറ്റി എത്രയാണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് തീറ്റ എന്ന് പറയുന്ന ഭാഗം ഉണ്ടായിരിക്കും, ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടായിരിക്കും. പിന്നെ റൈസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, 3 ഡാറ്റാസ് തന്നിട്ടുണ്ടായിരിക്കും. റൈസ് എന്ന് പറയുന്നത് എന്താണ്, ഔട്ട് സ്ട്രോക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. ഫോളോ എന്ന് പറയുന്ന റിട്ടേൺ സ്ട്രോക്ക്, ഞാൻ പറഞ്ഞു ഇത് റൈസ്, ഡൊല്ല്, റിട്ടേൺ ഓർ ഫോൾ, റിട്ടേൺ സ്ട്രോക്ക്, ആൻഡ് റിമൈനിങ് സ്റ്റഡി ആയി നിൽക്കുന്ന പോർഷൻ ഡൊൽ എന്ന് പറയുന്ന 3 ഭാഗങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് എന്തിന് തരിക, നമുക്കൊരു ഡാറ്റാസായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് തരും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക, യൂണിഫോം വെലോസിറ്റി ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുകയെന്ന് ശ്രദ്ധിക്കുക. യൂണിഫോം വെലോസിറ്റി ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്താണ് വേണ്ടത്, ശ്രദ്ധിക്കുക, ആദ്യം 2 രീതിയിലുള്ള ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഞാനിവിടെ വരച്ചിട്ട് ശ്രദ്ധിക്കുക. എക്സ് ആക്സിസ് അതുപോലെ തന്നെ വൈ ആക്സിസ്. ഇവിടെ യു എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആംഗിൾ ഓഫ് ആക്സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ക്യാമ് തിരിയുന്നത് എത്രത്തോളമാണ് തിരിയുന്നത്, ഇതിൻ്റെ ഫൈനൽ എന്തായിരിക്കും, 360 ആണ് വരിക. ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ സെക്ഷനിൽ ഞാൻ ഫോളോവർ മുകളിലോട്ട് പോകുന്നത് മാത്രമാണ് വരയ്ക്കുന്നത്. ശ്രദ്ധിക്കാം, ഫോളോവർ മുകളിലോട്ട് പോകുന്നത് മാത്രമാണ്, അതായത് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെയാണ്, ഈ ഒരു സ്ട്രെയിറ്റ് ഡയറക്ഷനിൽ, അതായത് ഇവിടെ വരെ എത്ര ഉണ്ടാവുള്ളൂ, ഫോളോവർ ഉണ്ടാവുമായിരിക്കും, മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ആ ഒരു മുകളിലോട്ട് പോകുന്ന റൈസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ ഇവിടെ എന്താണ് മാക്സിമം ലിഫ്റ്റ്, അതായത് ഫോളോവർ നേരെ മുകളിലേക്ക് എത്തുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും, അതിൻ്റെ മാക്സിമം ലിഫ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഇവിടെ വരെ ആയിരിക്കും മാക്സിമം ലിഫ്റ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ കോണ്ടാക്റ്റ് റൈസ് എന്ന് പറയുന്ന പോർഷൻ ഇവിടെ ഉയർന്ന അല്ലെങ്കിൽ ഔട്ട് സ്ട്രോക്ക് എന്ത് ചെയ്യും, അവസാനിക്കും. എഗെയിൻ വരുന്നത് ഡൊല്ലാണ് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് വരാനുണ്ട്, താഴത്തേക്ക് ഫോള് വരും. ഫോള് വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്താണ്, ഒരു ഡൊൽ പീരീഡും കൂടി വരാനുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നോക്കുക എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. ഓക്കെ, സപ്പോസ് ഇപ്പോൾ ആംഗിൾ ഓഫ് ആക്സെൻറ്റ് എത്രയാണ്, ഇതൊരു 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുക, ഒരു 60 ഡിഗ്രി, ഒരു ക്യാമ് 60 ഡിഗ്രി തിരിയുന്നത് വരെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മുകളിലെ ഭാഗത്തേക്ക് ക്യാമ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആദ്യം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക, ആദ്യം 6 ഭാഗങ്ങളാക്കണം. 60 ഡിഗ്രി, അതായത് 6നെ
60 ഡിഗ്രി ആക്കുക. ഓരോ സെൻറ്റിമീറ്ററിനും 60 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് ഞാനിവിടെ കൺസിഡർ ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ. 60 ഡിഗ്രി നേരെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് 60 ഡിഗ്രി ആക്കി 60 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് അതിനെ 1 to 6 ഭാഗങ്ങളാക്കിയിട്ട് ബാക്കിയുണ്ട്. ഓരോന്നും എത്ര സെൻറ്റിമീറ്റർ വരും? ഓരോന്നും 10 mm അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ആയിട്ട് വരും. 60 mm ആക്കിയിട്ടാണ് ഇവിടെ മാറ്റുന്നത്. ഓരോന്നും 60 mm, ഓരോ 6 സെൻറ്റിമീറ്റർ, ഓരോന്നും 1 സെൻറ്റിമീറ്റർ വീതമുള്ള 6 ഭാഗങ്ങളാക്കി മാറ്റും. യൂണിഫോം വെലോസിറ്റിയുടെ വരയ്ക്കാനുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കും. യൂണിഫോം വെലോസിറ്റിയുടെ വരച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും ആ ഒരു റൈസും ലിഫ്റ്റൊക്കെ വെച്ചിട്ട് ഒരു കോളം ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന്, ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരും. ഓക്കെ, ഇതാണ് അപ്സ്ട്രോക്ക് വരയ്ക്കുന്നത്, അതായത് മുകളിലോട്ട് പോകുന്നത് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഫൈലിൻ്റെ റൈസ് എങ്ങനെയാണ് വരയ്ക്കുക. ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ ഇത്രയാണ് പറയുന്നത്, ശ്രദ്ധിക്കാം. ഇത്രയാണ് പറയുന്നത്. ഒരു ഗ്രാഫിൻ്റെ ആദ്യം ആംഗിൾ ഉണ്ട്. ഇപ്പോൾ ഒരു 120 ഡിഗ്രി ക്വസ്റ്റ്യനിൽ പറയും, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക്. ഒരു 120 ഡിഗ്രിയിൽ ഫോളോവർ മൂവ് ചെയ്യുന്നത് 5 സെൻറ്റിമീറ്റർ മുകളിലോട്ട് മൂവ് ചെയ്തു എന്ന് ആണ് പറയുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ എത്രയായിരിക്കും? 120 ഡിഗ്രി. ഈ അളവ് എന്ന് പറയുന്നത് 120 ഡിഗ്രിക്ക് കറസ്പോണ്ട് ആയിട്ടുള്ള നമ്മൾ ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആക്കിയിട്ട് മാറ്റുകയാണ്. 120 ഡിഗ്രിയെ ഞാൻ 6 സെൻറ്റിമീറ്റർ ആക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കാം, 6 സെൻറ്റിമീറ്റർ ആക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ വിചാരിക്കുക. ആ 120 ഡിഗ്രിക്ക് ഇക്വലൻ്റ് ആയിട്ട് എന്താണ്? 6 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 6 സെൻറ്റിമീറ്ററിൽ ഞാനൊരു ലൈന് വരച്ചു. ഇനി അപ്സ്ട്രോക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഇവിടെ 120 ഡിഗ്രിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ബട്ട് എന്താണ്? 6 സെൻറ്റിമീറ്റർ ആക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് പകുതി ആക്കിയിട്ട്. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അപ്പോൾ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 60 mm. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 mm ആക്കിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ എടുക്കും. സോ ഞാൻ പറഞ്ഞത് ഇവിടെ എന്താണ്? ആംഗിൾ ഓഫ് ഡിസ്റ്റൻസ് 120 ഡിഗ്രി റെപ്രസെൻ്റ് ചെയ്യും. അതായത് 6 സെൻറ്റിമീറ്റർ വരച്ചിട്ട് ഒരു ലൈന് വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് 5 സെൻറ്റിമീറ്റർ മാക്സിമം റൈസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു 5 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ എടുക്കുക. 5 സെൻറ്റിമീറ്റർ ലൈന് വരയ്ക്കും. ഈ ലൈനിനെ നമ്മൾ മൊത്തമായിട്ട് ഒരു കോളമാക്കി മാറ്റും. ശ്രദ്ധിക്കുക, കോളമാക്കിയിട്ട് മാറ്റും. ഈ കോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ 6 ഭാഗങ്ങളാക്കിയിട്ട്, മിക്കവാറും എനിക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളാക്കുക, ഈവൺ നമ്പർ ആക്കിയിട്ട് ആക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാം പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, 6 സെൻറ്റിമീറ്ററുള്ള 2 ഭാഗങ്ങളാക്കി മാറ്റി. 6 ഭാഗങ്ങളാക്കി 1 2 3 4 5 6 എന്ന് പറഞ്ഞാൽ ഈക്വൽ ഭാഗങ്ങളായിരിക്കണം കേട്ടോ. ഈക്വൽ ഭാഗങ്ങളാക്കി മാറ്റി. എന്നിട്ട് ഇനീഷ്യൽ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് വരച്ചു? സി എന്ന് പറയുന്ന മുകൾ ഭാഗത്തേക്കുള്ള ടോപ്പ് പോയിന്റിലേക്ക് ഞാനൊരു വരച്ചു. ഇതാണ് അപ്വേർഡ് സ്ട്രോക്കിൻ്റെ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ശ്രദ്ധിക്കുക, യൂണിഫോം വെലോസിറ്റി ആണെങ്കിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. ഇനി നമ്മൾ പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ് പറയുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷനും സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഞാൻ എടുക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കട്ടോ, ഞാൻ എടുക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. റൈസ് എന്ന് പറയുന്നത് ഒരു 6 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. 6 സെൻറ്റിമീറ്റർ ആണ് റൈസ്. അപ്പോൾ ആംഗിൾ ഞാൻ 120 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 ഡിഗ്രി എന്നുള്ളത് ഞാനിവിടെ 5 സെൻറ്റിമീറ്റർ 0.5 mm ആക്കിയിട്ട് വരച്ചു. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5. നമുക്കത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് 120 ഡിഗ്രി ആണ്, 120 ഡിഗ്രി ആണ് എന്ത്? 120 ഡിഗ്രി ആണ് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ പറഞ്ഞാൽ 60 mm അല്ലേ? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും? 60/120 അല്ലേ? ഇതും കൊണ്ട് പോകും, 0 ക്യാൻസൽ ചെയ്ത് 6/12 എന്ന് പറയുന്നത് 0.5 mm ആയിരിക്കും 1 ഡിഗ്രി എന്ന് പറയുന്നത്. ആ രീതിയിൽ നമ്മൾ 1 ഡിഗ്രി ആക്കാൻ 120 ഡിഗ്രി എത്രയാണ് എടുത്തത്? 6 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് എടുത്തു. 6 സെൻറ്റിമീറ്റർ ഇവിടെ വരച്ചു. ഓക്കെ അല്ലേ? 6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ ഇവിടെ വരച്ചു. 6 സെൻറ്റിമീറ്റർ. ഇനി ഞാൻ പറയുന്നത് 6 സെൻറ്റിമീറ്റർ എടുത്തു. 6 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ ഞാൻ വൈ ആക്സിസിലും കൂടി വരച്ചു. ഓക്കെ അല്ലേ? ഇനി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ
അത്രയും നമ്മൾ വരച്ചു. അതിനുശേഷം കണ്ടോ 6 സെൻറ്റിമീറ്റർ വരച്ചു. അതിനുശേഷം ഈ ലിഫ്റ്റ് ഓഫ് സ്ട്രോക്ക് അല്ലെങ്കിൽ മാക്സിമം ഫോളോ ഓവർ ലിഫ്റ്റിൻ്റെ എന്ത് വരയ്ക്കുക, ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. ശ്രദ്ധിക്കുക, എ യു എന്ന് പറയുന്ന ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. അതിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കും? മാക്സിമം ലിഫ്റ്റ് ഓഫ് ഫോളോ ഓവർ. ഡയമീറ്റർ എന്ന് പറയുന്നത് മാക്സിമം ലിഫ്റ്റ് ഓഫ് ഫോളോ ഓവർ ആയിരിക്കും എന്ത് വരുന്നത്, അതിൻ്റെ ഡയമീറ്റർ എന്ന് വരുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് നെക്സ്റ്റ് വൺ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ യൂണിഫോം വെലോസിറ്റിയിൽ എന്താണ് ചെയ്തത്? ഇവിടെ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ടുള്ളത് 6 ഭാഗങ്ങളാക്കി. 6 അല്ലേ 8 ആക്കാം 10 ആക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വെക്കാം, 6 ഭാഗങ്ങളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 6 ഭാഗങ്ങളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അത് 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് ചെയ്തു, ഓരോ കോളങ്ങളാക്കി. ആൻഡ് അഗെയിൻ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഹാഫ് സർക്കിളിനെയും ഇവിടെ എത്ര ഭാഗമായിട്ടാണോ ശ്രദ്ധിക്കുക, ഇവിടെ എത്ര ഭാഗമായിട്ടാണോ സ്പ്ലിറ്റ് ചെയ്തത്, സെയിം നമ്പർ ഈക്വൽ നമ്പർ ആക്കിയിട്ട് ഈ ഹാഫ് സർക്കിളിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഹാഫ് സർക്കിളിനെ സ്പ്ലിറ്റ് ചെയ്യുക എങ്ങനെയാണ്? ഒരു പ്രൊട്രാക്ടർ എടുക്കുക, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വെക്കുക. അതിനുശേഷം ഇത് എത്രയാണ്, ഇതിൻ്റെ ആംഗിൾ എത്രയാണ്? 180 അല്ലേ? ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 180 ഡിഗ്രിയാണ് ആംഗിൾ വരിക, ഒരു ഹാഫ് സർക്കിൾ അല്ലേ? അപ്പോൾ സോ 180 ഡിഗ്രി ആംഗിൾ വരുന്നത് 180 ഡിഗ്രിയാണ്. 180/6 6 ഭാഗങ്ങളാക്കുമ്പോൾ ഓരോന്നും എത്ര വരും? 30 ഡിഗ്രി വെച്ചിട്ട് വരും. അപ്പോൾ ഓരോ ആംഗിളും 30 എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ 6 ഭാഗങ്ങളാക്കി ഈ ഈക്വൽ ഹാഫിനെയും എന്ത് ചെയ്യാം, 6 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റുക. എൻ്റെ അഗൈൻ 6 ഭാഗങ്ങളാക്കി മാറ്റിയതിന് ശേഷം ശ്രദ്ധിക്കുക, 6 ഭാഗങ്ങളാക്കി മാറ്റിയതിന് ശേഷം ഓരോ ലൈനിൽ നിന്നും എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ട് 1ൽ നിന്ന് 1ലേക്ക്, അതുപോലെ തന്നെ 2ൽ നിന്ന് നേരെ എത്രയിലേക്കാണ് വരിക, രണ്ടാമത്തെ ലൈനിൽ നിന്നും എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ട് 2 എന്ന് പറയുന്ന ലൈനിലേക്ക്, അതായത് വെർട്ടിക്കലായിട്ടുള്ള 2 എന്ന് പറയുന്ന ലൈനിലേക്ക് ഹാഫ് സർക്കിളിൽ നിന്ന് 2 വരയ്ക്കാം. ആൻഡ് അഗെയിൻ 3ൽ നിന്നും എന്ത് വരയ്ക്കാം, 3ൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കുക. 4ൽ നിന്ന് വരയ്ക്കുക. 6ൽ നിന്ന് നേരെ എന്ത് തന്നെയായിരിക്കും, മുകൾ ഭാഗത്തേക്ക് തന്നെയായിരിക്കും. 5ൽ നിന്നും വരയ്ക്കുക. 6ൽ നിന്നും എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ട് മുകൾ ഭാഗത്തേക്ക് വരയ്ക്കും. ഇനി കിട്ടുന്ന 1 to 1 കണക്ട് ചെയ്യുന്നത്, 2 2 കണക്ട് ചെയ്യുന്നത്, 3 3 കണക്ട് ചെയ്യുന്നത്, 4 4 കണക്ട് ചെയ്യുന്നത്, 5 5 ആൻഡ് 6 6 കണക്ട് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാം, 1 ആ ABCD എന്ന് പറയുന്ന EFG വരെ മാർക്ക് ചെയ്തിട്ടുള്ള ഓരോ പോയിന്റ്സിലൂടെയും എന്ത് ചെയ്യാം, നമ്മൾ ഒരു കർവ് വരയ്ക്കും. കറസ്പോണ്ടിങ് ആയിട്ട് കർവ് വരയ്ക്കും. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റി ഡയഗ്രാം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ആംഗിൾ ഓഫ് ആക്സെൻറ്റ് വരച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു ഹാഫ് സർക്കിൾ എടുത്തു, കറസ്പോണ്ടിങ് ആയിട്ട് വരച്ചു. അതിനുശേഷം ഹാഫ് സർക്കിളിനെയും 6 ഭാഗങ്ങളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 6 ഭാഗങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ലൈനിൽ നിന്നും എന്ത് ചെയ്തു, ഓരോ പോയിന്റ്സിലേക്ക് കറസ്പോണ്ടിങ് ലൈൻസ് വരച്ചു. ആ മീറ്റ് ചെയ്യുന്ന അതേ ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സിലൂടെ നമ്മൾ എന്ത് വരച്ചു, കർവ് വരച്ചു. അപ്പോൾ ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി എന്തായിരിക്കും, ഇതിൻ്റെ താഴത്തോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും, കൃത്യമായിട്ട് മനസ്സിലാക്കി വരക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. എങ്ങനെയാണ് വരയ്ക്കുക എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. യൂണിഫോം ആക്സിലറേഷൻ, ആംഗിൾ നേരെ താഴത്ത് വരച്ചു. വെർട്ടിക്കലായിട്ട് എന്ത് വരച്ചു, മാക്സിമം ലിഫ്റ്റ്. അതൊക്കെ ക്വസ്റ്റ്യനിൽ തരും, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. മാക്സിമം ലിഫ്റ്റ് അതിൽ വരച്ചു. അതൊരു ബോക്സ് ആക്കിയിട്ട് നമ്മൾ ഫോം ചെയ്തു, കറസ്പോണ്ടിങ് ബോക്സ് ആക്കിയിട്ട് ഫോം ചെയ്തു. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര ഭാഗങ്ങളാക്കി മാറ്റണം, ഈക്വൽ പോർഷൻസ് ഉള്ള കുറച്ച് ഭാഗങ്ങളാക്കിയിട്ട് കറസ്പോണ്ടിങ് ഭാഗങ്ങളാക്കിയിട്ട് മാറ്റുക. 1 2 3 4 5 6 എത്ര വേണമെങ്കിലും ആക്കട്ടോ. മാക്സിമം നിങ്ങൾക്ക് ഒരു ഈവൺ നമ്പർ ആക്കി മാറ്റുക. കാരണം നമ്മൾ ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഈവൺ നമ്പർ ആണെങ്കിൽ ഒന്നുകൂടി എന്തായിരിക്കും, എളുപ്പമായിരിക്കും. ഇതിൽ സെൻറ്റർ ലൈൻ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈവൺ നമ്പർ എന്തിനാണ് എടുക്കുക എന്ന് വെച്ചാൽ കണ്ടോ, സെൻറ്റർ ലൈന് നമുക്ക് ആവശ്യമുണ്ട്. സെൻറ്റർ ലൈന് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, ഒന്ന് ബോൾഡായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് എന്താണ് ബോൾഡായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു കളർ കൊണ്ടോ മാർക്ക് ചെയ്യുക, സെൻറ്റർ ലൈൻ വരയ്ക്കാം. ഇനി ചെയ്യേണ്ടത് ഈ സെൻറ്റർ ലൈനിനെ ശ്രദ്ധിക്കുക. സെൻറ്റർ ലൈനിനെ നമ്മൾ ഇവിടെ എത്ര ആംഗിൾ ഓഫ് മുകളിലേക്ക് പോകുന്ന റൈസിങ് ആംഗിൾ എത്ര ഭാഗങ്ങളാക്കിയിട്ടാണോ സ്പ്ലിറ്റ് ചെയ്തത്, അത്രയും ഭാഗങ്ങളാക്കിയിട്ട് തന്നെ എന്തിനെ സ്പ്ലിറ്റ് ചെയ്യുക, നമ്മൾ ആ സെൻറ്റർ ലൈനിനെയും സ്പ്ലിറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ റെഡ് കാണിച്ചിരിക്കുന്ന ലൈൻ എത്രയെങ്കിലും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, 6 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ടുള്ള 6 ആക്കിയിട്ട് അതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ലൈനിൽ എ എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിൽ നിന്ന്
എല്ലാത്തിലേക്കും എന്ത് വരയ്ക്കുക, ലൈന് വരയ്ക്കുക. കറസ്പോണ്ടിങ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻസ് വരയ്ക്കുക. അതുപോലെ തന്നെ പകുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4, 5, 6 എന്ന പോയിന്റിലേക്ക് എവിടെ നിന്നാണ്, നേരെ ഓപ്പോസിറ്റിൽ നിന്നാണ്. ഫസ്റ്റ് നമ്മൾ എയിൽ നിന്നാണ് വരച്ചതെങ്കിൽ നെക്സ്റ്റ് എന്ത് വരയ്ക്കുക, ജി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വരയ്ക്കാം. അപ്പോൾ ഓരോന്നും കിട്ടും, ഓരോ ലൈൻസ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് കർവ് വരയ്ക്കാനുള്ള പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എയിൽ നിന്ന് റെഡ് ലൈനിൽ കാണുന്ന സെൻട്രൽ ലൈനിലെ 1ലേക്ക് വരയ്ക്കുന്ന പോയിന്റ് സ്പ്ലിറ്റ് ചെയ്തത് എവിടെയാണോ, 1ഉമായിട്ട് എവിടെയാണോ കോണ്ടാക്ട് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ പോയിന്റ്സ് അതിൽ മാർക്ക് ചെയ്യും. അപ്പോൾ 1, 2, 3 നോക്ക്, എവിടെയാണ് മാർക്ക് ചെയ്യുന്നത്, 0 to എയിൽ നിന്ന് തുടങ്ങി 1ലേക്ക് വരയ്ക്കുന്ന ലൈനിന് ഒന്നാമത്തെ ലൈനിൽ മീറ്റ് ചെയ്യുന്നത് ബി എന്ന് പറയുന്ന പോയിന്റിലാണ്. രണ്ടാമത്തത് അതുപോലെ തന്നെ എ എന്ന് പറയുന്ന 2ലേക്ക് വരയ്ക്കുന്ന ലൈന് 2 എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈനിൽ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്, സി എന്ന് പറയുന്ന പോയിന്റിലാണ്. അതുപോലെ തന്നെ 3ലേക്ക് സെൻറ്ററിൽ നേരെ റിട്ടേൺ നോക്കുക. 4ലേക്ക് എവിടെയാണ്, നാലാമത്തെ ലൈന് നോക്കണം എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, ഇ എന്ന് പറയുന്ന പോയിന്റ്. ആൻഡ് ലാസ്റ്റ് വൺ, 5ാമത്തെ ലൈന് 5ാമത്തെ പോയിന്റിലേക്ക് അല്ലെങ്കിൽ 5ാമത്തെ പോയിന്റിലേക്ക് വരയ്ക്കുന്ന കറസ്പോണ്ടിങ് ലൈൻ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, ആ രീതിയിൽ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെയും എന്ത് വരയ്ക്കുക, പോയിന്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറയുന്ന കറസ്പോണ്ടിങ് പോയിന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറയുന്ന കറസ്പോണ്ടിങ് പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പോയിന്റ്സ് എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ചെക്ക് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, ഒരു കർവ് വരയ്ക്കാം. നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ എന്ത് ചെയ്യുക, ആ പോയിന്റ്സ് കളക്ട് ചെയ്തിട്ട്, ശ്രദ്ധിക്കുക നമ്മൾ വരയ്ക്കുമ്പോൾ ആ പോയിന്റ്സ് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വരയ്ക്കാം. എ ബി സി ഡി, ശ്രദ്ധിക്കുക ഞാൻ കാണിച്ചു തരാം എങ്ങനെ വരയ്ക്കാമെന്ന്. അപ്പോൾ എ ബി സി ഡി എഫ് ജി എന്ന് പറയുന്ന പോയിന്റ്സ് കിട്ടി. അതിനുശേഷം ആ എല്ലാ പോയിന്റ്സും കൂടി കറക്റ്റ് ചെയ്തിട്ട് എന്ത് വരയ്ക്കുക, ഒരു കർവ് നമ്മൾ വരയ്ക്കുക. ആ കർവാണ് എന്ത്, റൈസിങ്ങിൻ്റെ വെലോസിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത് കിട്ടിയത്. അപ്പോൾ 3 നമുക്ക് കിട്ടി, യൂണിഫോം ആക്സിലറേഷൻ, യൂണിഫോം റിട്ടാർഡേഷൻ, യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതുപോലെ തന്നെ എന്താണ് യൂണിഫോം വെലോസിറ്റി. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കട്ടോ, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഡ്രോ എ ക്യാം പ്രൊഫൈൽ ഇൻ കേസ് ഓഫ് നൈഫ് എഡ്ജ് ഫോളോവർ യൂസിങ് ഫോളോവിങ് ഡാറ്റ. മിനിമം റേഡിയസ് എത്ര എന്നുണ്ട്, 5 സെൻറ്റിമീറ്റർ. അത് നമുക്ക് ക്യാം പ്രൊഫൈൽ വരയ്ക്കാനുള്ളതാണ്. ഔട്ട് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ 120 ഡിഗ്രി തന്നിട്ടുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഔട്ട്വേർഡ് ഡൊൽ എന്ന് പറയുന്നത് എത്രയാണ്, 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതും എന്താണ്, ഡൊൽ പീരീഡ് ആണ്. റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയുന്നത് 120 ഡിഗ്രിയിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ തന്നെയാണ്. സ്ട്രോക്ക് ഓർ ലിഫ്റ്റ് ഓഫ് ദി ഫോളോവർ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ശ്രദ്ധിക്കുക, 6 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആംഗിൾസ് നമ്മൾ തന്ന ഡാറ്റസ് ഒന്ന് അനലൈസ് ചെയ്യാണ്. തീറ്റ ഔട്ട് സ്ട്രോക്ക് എന്ന് പറയുന്നത് 120 ഡിഗ്രി ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടോ. തീറ്റ ഔട്ട് സ്ട്രോക്ക് എന്ന് പറയുന്നത് 120 ഡിഗ്രി, തീറ്റ ഔട്ട്വേർഡ് ഡൊൽ എന്ന് പറയുന്നത് 60, തീറ്റ റിട്ടേൺ 120, തീറ്റ റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയുന്ന ആകെ 360 ആണുള്ളത്. അതിൽ നിന്ന് 120 + 60 + 120 പോയി കഴിഞ്ഞാൽ, ഇത്രയും ഭാഗം പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് 60 ഡിഗ്രി ഉണ്ടായിരിക്കും. സോ അതാണ് എന്ത്, ഡൊല്ല്, ലാസ്റ്റത്തെ ഡൊല്ല് എന്ന് പറയുന്നത്. പിന്നെ റൈസ് എന്ന് പറയുന്നത് ക്യാം ഫോളോവർ ഉയരുന്ന സമയം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഇനി അതിൻ്റെ സ്കെയിൽ എങ്ങനെ എടുത്തിട്ടുള്ളത് നോക്ക്. ഞാൻ പറഞ്ഞു 1 സെൻറ്റിമീറ്റർ നമ്മളൊരു അസ്യൂം ചെയ്യാണ്, 1 സെൻറ്റിമീറ്റർ = 20 ഡിഗ്രി ആണെന്ന് അസ്യൂം ചെയ്യാണ്. എവിടെ, എക്സ് ആക്സിസിൽ. So 1 centimeter = 1 centimeter y axis of lift of stroke of the follower, വൈയിൽ ഉള്ളത്. അപ്പോൾ നോക്കുക, തീറ്റ ഡിഗ്രി 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കുക, 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 120 ഡിഗ്രി എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും, 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. നോക്കിയാൽ മതി, 6 × 20 ആണ് എന്ത്, 120. അതുപോലെ തന്നെ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും, 3 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. 3 സെൻറ്റിമീറ്റർ, 60 എന്ന് പറഞ്ഞാൽ നേരെ പകുതിയല്ലേ, 120ൻ്റെ നേരെ പകുതിയാണ് 60. സോ 6ൻ്റെ നേരെ പകുതി 3 സെൻറ്റിമീറ്റർ ആയിരിക്കും.
അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. നോക്കുക, 6 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. നമ്മൾ കറസ്പോണ്ടിങ് ഡിഗ്രിയെ എന്തിലേക്ക് മാറ്റി? സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി. 120, 60, അതുപോലെ തന്നെ 120. ഇനി നോക്കുക, ഇനി എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കുക. ഞാൻ സ്കെയിലിൽ എടുത്തിട്ട് ഒരു മാക്സിമം എത്രയാണ് വേണ്ടത്? ആദ്യത്തെ 120 ഡിഗ്രി എവിടെയാണ് അടയാളപ്പെടുത്തിയിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ 120 ഡിഗ്രി 0 to 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് വരച്ചു. ആൻഡ് നെക്സ്റ്റ് 60 ഡിഗ്രി ക്വസ്റ്റ്യനിൽ നോക്കുക, 60 ഡൊല്ലാണ് അടുത്ത് 3 സെൻറ്റിമീറ്റർ. ഇത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. ആൻഡ് അഗെയിൻ എത്രയാണ് വരുന്നത്? 120 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ അല്ലേ? 120 ക്വസ്റ്റ്യനിൽ, 6 സെൻറ്റിമീറ്റർ. ആൻഡ് അഗെയിൻ റിട്ടേൺ ഡൊല്ല് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി തന്നെയാണ്? 60 ഡിഗ്രിയാണ്. സോ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 3 9, 6 15, 18 സെൻറ്റിമീറ്റർ ടോട്ടൽ എടുത്തിട്ട് നിങ്ങൾ എന്ത് വരയ്ക്കുക? നോട്ട് ബുക്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. 6 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ആക്കിയിട്ട്. എന്തിനാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഇതെന്ന് പറഞ്ഞാൽ ഔട്ട് സ്ട്രോക്ക് ആണ് ഈ കാണുന്നത്, ഔട്ട് സ്ട്രോക്ക്. ഇനി ഡൊല്ല്, ഇവിടെ റിട്ടേൺ സ്ട്രോക്ക്, അതുപോലെ തന്നെ എന്താണ്? എഗെയിൻ ഡൊല്ല്. ഇത്രയാവുമ്പോൾ എത്ര ഡിഗ്രി കംപ്ലീറ്റ് ആവും? നോക്ക്, എത്ര ഡിഗ്രി കംപ്ലീറ്റ് ആവുന്നുണ്ട്? 360 ഡിഗ്രി കംപ്ലീറ്റ് ആവുന്നുണ്ട്. കാരണം 120 ഇവിടെ ഉണ്ട്. 120 പ്ലസ് 60 180 പ്ലസ് 120 180 120 എത്രയാണ്? 300 പ്ലസ് 60 360. അങ്ങനെ 360 ഡിഗ്രിയെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി 6 പ്ലസ് 3 സെൻറ്റിമീറ്റർ പ്ലസ് 6 സെൻറ്റിമീറ്റർ പ്ലസ് 3 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ലിഫ്റ്റ് എന്ന് പറയുന്നത് ആണ് നമ്മൾ വൈ ആക്സിസിൽ വരച്ചത്. എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം വൈ ആക്സിസിൽ നമ്മൾ അവിടെ സ്കെയിൽ എടുത്ത 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ തന്നെയാണ്. സോ 6 സെൻറ്റിമീറ്റർ എന്നുള്ളത് 6 സെൻറ്റിമീറ്റർ തന്നെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് വരുന്നത്? നോക്കുക, തീറ്റ ഔട്ട് ഇന്ന്, അതുപോലെ തന്നെ എന്താണ്? 120 120. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാണെന്ന് പറഞ്ഞു? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. SHM ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ SHM ആണ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഈ ഒരു ഭാഗത്ത് ഹാഫ് സർക്കിൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഹാഫ് സർക്കിൾ വരച്ചു. ഇനി ഹാഫ് സർക്കിളിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇത്രയും ഇവിടെ എത്ര ഭാഗങ്ങളാണ് ഒരു സെക്ഷൻ ആക്കിയിട്ടുള്ളത്? ശ്രദ്ധിക്കുക, ഇവിടെ എത്ര ഭാഗങ്ങളാണ് ആക്കിയിട്ടുള്ളത്? ഇവിടെ എത്ര ഭാഗങ്ങളാണ് ആക്കിയിട്ടുള്ളത്? ഇവിടെ എത്ര ഭാഗങ്ങളാണ് ആക്കിയിട്ടുള്ളത്? 6 ആക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഔട്ട് സ്ട്രോക്ക് എത്രയാണോ ആക്കിയത് അതുപോലെ തന്നെ സെയിം എന്താണ്? റിട്ടേൺ സ്ട്രോക്കും ആക്കണം. ഡൊല്ല് നിങ്ങൾ പാർട്ടീഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഔട്ട് സ്ട്രോക്ക് 6 ആക്കിയിട്ടുണ്ടെങ്കിൽ റിട്ടേൺ സ്ട്രോക്കും എത്ര തന്നെ ആക്കണം? 6 തന്നെ ആക്കണം. സോ 6 ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 6 ഭാഗങ്ങളാക്കിയിട്ട് ഈ ഹാഫ് സർക്കിളിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഹാഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രി ആണ്. 180 ഡിഗ്രി ബൈ 6 എത്രയാണ്? 30 ഡിഗ്രി. അതായത് ഓരോ ആംഗിളും എത്ര ഡിഗ്രി ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു? 30 ഡിഗ്രി ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? ഒക്കെ 30 ഡിഗ്രി ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എത്ര ആംഗിൾ ഉണ്ടായിരിക്കും? നോക്കുക, 6 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? 6 ആംഗിൾ ഉണ്ടായിരിക്കും. ഇവിടെയും ഒരു 30 അല്ലേ? 1 2 3 4 5 6 ആംഗിൾ ഉണ്ടായിരിക്കും. ഹാഫ് സർക്കിൾ ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഞാൻ പറഞ്ഞത് എന്താണ്? നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഓരോ 1 2 3 4 എന്ന് മാർക്ക് ചെയ്തു. 1ൽ നിന്ന് ശ്രദ്ധിക്കുക, ഇവിടെ 1ൽ നിന്ന് 1ലേക്ക് വരച്ചു. 2ൽ നിന്ന് എങ്ങോട്ട് വരയ്ക്കണം? 2ലേക്ക് വരയ്ക്കണം അല്ലേ? രണ്ടാമത്തെ ലൈനിലേക്ക് വരയ്ക്കണം. 3ൽ നിന്ന് 3ലേക്ക് വരയ്ക്കണം. 4ൽ നിന്ന് എങ്ങോട്ട് വരയ്ക്കണം? 4ലേക്ക് വരയ്ക്കണം. 4ലേക്ക് വരയ്ക്കണം. 5ൽ നിന്ന് 5ലേക്ക് വരയ്ക്കണം അല്ലേ? ഓരോ പോയിന്റ്സിലും 5 കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കണം. അതുപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യണം? ഇവിടെയും എന്ത് ചെയ്യണം? നമ്മൾ 1 2 3 ഇവിടെ 4 6 അല്ലേ? 6 കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എന്ത് മാർക്ക് ചെയ്യുന്നുണ്ട്? ഇവിടെ 6 5 4 3 2 1 0. ഇവിടെ 6 കൊടുത്ത് 6 നേരെ തിരിച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ ലൈന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ 1 എന്ന് പറയുന്ന ലൈനെ ഏതുവരെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്? ഇവിടെ ഈ 1ലും എന്ത് ചെയ്യണം? നമുക്ക് പോയിന്റ് കിട്ടണം. നമ്മൾ പറയും, നോക്കിക്കോ എങ്ങനെയാണ് വരുന്നതെന്ന്. ഇപ്പോൾ ഓരോ പോയിന്റിലും ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരച്ചു? ലൈൻസ് വരച്ചു. ഇപ്പോൾ ഔട്ട് സ്ട്രോക്ക് നമുക്ക് കംപ്ലീറ്റ് ആയി. ഔട്ട് സ്ട്രോക്കിന് എല്ലാ പോയിന്റ്സിനും 1 to 1 എന്നൊക്കെ കറസ്പോണ്ട് ചെയ്തിട്ട് ഞാൻ എന്ത് വരച്ചു? കർവ് ഇവിടെ എന്ത് ചെയ്തു? ആ പോയിന്റിലൂടെ കർവ് വരച്ചു. ഓക്കെ അല്ലേ? ആ കർവ് വരച്ചു. ഡൊല്ലിൽ പിന്നെ എന്തുണ്ടാവില്ല?
ഡൊൽ എന്ന് പറയുന്ന പീരീഡിൽ എന്തുണ്ടായിരിക്കില്ല, ഡൊൽ എന്ന് പറയുന്ന പീരീഡിൽ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 6, 7, 8, 10 വരച്ചിട്ടുണ്ട്. ബട്ട് എന്താണ് ചെയ്യുന്നത്, ഇവിടെ ഈ 1-ൽ നിന്ന് തുടങ്ങിയ അതേ ലൈൻ തന്നെയാണ് ഇവിടെ ഈ ഒരു പോയിന്റ് വരിക. ഈ ഒരു പോയിന്റ് 1 എന്ന് പറയുന്നത്, അതേപോലെ തന്നെ 2 എന്ന് പറയുന്ന ലൈനിൻ്റെ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ 3 എന്ന് പറയുന്നത് ഇവിടെ. അതായത് ലെഫ്റ്റ് സൈഡിൽ ചെയ്ത് അതുപോലെ തന്നെ എന്തും വരയ്ക്കാം, റൈറ്റ് സൈഡിലും കൂടി വരയ്ക്കുക. ഓക്കെ, 1, 2, 3, 4, 5, 6 ആണ് ആ ഒരു പോയിന്റ്സ് എടുത്തു, കറസ്പോണ്ടിങ് പോയിന്റ്സിൽ കറക്റ്റ് ചെയ്ത് വരച്ചു. ഇതാണ് നമ്മുടെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ വരച്ച് നോക്കുക, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്നതും കൂടി എന്ത് ചെയ്യും, കറസ്പോണ്ട് ചെയ്തിട്ട് പറയും. ഓക്കെ.